പിന്നെ വണ്ടിയിൽ എന്താണ് എനിക്ക് ഓടിക്കാൻ അറിയാമെന്നാ? ഇല്ല, ഞാൻ ഇത് അവിടെ നിന്ന് ഒരു ഉരുട്ടിക്കൊണ്ട് വന്ന. ഇത് ഫുൾ മോഡിഫിക്കേഷൻ ആണല്ലോ, ടയർ ഹഗ്ഗറില്ല. ആയി പൊക്കോളാ പിന്നെ. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് ബജാജിൻ്റെ ഏറ്റവും പുതിയ 2026 220 F ആണ് കേട്ടോ. സോ കാണാം, പുതിയൊരു ഗ്രാഫിക്സിലാണ് വന്നേക്കുന്നത്. വണ്ടിക്ക് ഇത് കൂടാണ്ട് 3 വേറെ കളേഴ്സ് ഉണ്ട്, എല്ലാം പുതിയതാണ്. ആ ഒരു 220 നിന്നുണ്ടായ വലിയ ലെറ്ററിംഗ് ഇല്ലേ, അത് അവരെടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇത് വളരെ ഫെമിലിയർ ആണ്, ഈ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് എന്ന് പറയുന്നത്. കൂടാണ്ട് ഐ തിങ്ക് ഗ്രീൻ ഉണ്ട്, അത് വളരെ രസമായിട്ട് തോന്നി. പിന്നെ ഒരു ബ്ലൂ ആൻഡ് ഒരു ഗ്രേ കളർ കൂടി ഉണ്ട്. ഞാൻ ഫോട്ടോ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ കാണാനായിട്ട് പറ്റും. പുതിയ ഡിസൈൻ ഒന്നും പറയാനല്ല, പുതിയ സ്റ്റിക്കർ വർക്കാണ്. അവർ അണ്ടർബിലൊക്കെ ആ ഒരു സ്റ്റിക്കർ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് സെൻറ്റർ സ്റ്റാൻഡിങ് ആളൊക്കെ വരുന്നുണ്ട്. സോ നമുക്ക് വണ്ടി ജസ്റ്റ് ഇവിടെ ഒന്ന് മാറ്റിയെടുത്തിട്ട് നമുക്ക് ബാക്കി ഫുൾ വിശേഷം പറഞ്ഞുതരാം. സോ ഫസ്റ്റ് തന്നെ ബിഗ് താങ്ക്സ് ടു നമ്മുടെ എളംകുളത്തുള്ള പോപ്പുലർ ബജാജ്. അവരാണ് നമുക്ക് വണ്ടി സെറ്റ് ചെയ്ത് തന്നത്. സോ ബിഗ് താങ്ക്സ് ടു ദം. സോ ഇതാണ് നമ്മുടെ 2026 ഇറ്ററേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, എന്താണ് മാറ്റം ബ്രോ? ഡിസൈൻ വൈസ് വലിയ മാറ്റമൊന്നുമില്ല, മാറ്റമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. സോ എന്താണ് ഈ പ്രാവശ്യം ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നമ്മുടെ KTM അല്ലെങ്കിൽ പൾസർ RS അങ്ങനെ ഡോമിനാർ അതിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എക്സാക്ട് സെയിം LED ഇൻഡിക്കേറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. പ്രൈസ് വലിയ കാര്യത്തിന് കൂടിയിട്ടില്ല, ചെറിയൊരു ഹൈക്ക് എന്തോ വന്നിട്ടുള്ളൂ. അത് ഈ ഇൻഡിക്കേറ്റർ മേടിച്ചു വെക്കുന്നതിൻ്റെ പ്രൈസ് ഈ വണ്ടിക്ക് ഹൈക്കായിട്ട് വന്നിട്ടുള്ളൂ. നമുക്ക് ഫസ്റ്റ് തന്നെ വണ്ടി കയറിയിരിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങാം. സോ ഇതാണ് കയറി നിന്നിട്ടുള്ള വ്യൂ. സീറ്റ് ഹൈറ്റ് വളരെ കുറവാണ്, വെറും 795 mm മാത്രമേ സീറ്റ് ഹൈറ്റ് വരുന്നുള്ളൂ. സോ എല്ലാവർക്കും തന്നെ ഈസിലി കയറിയിരിക്കാനായിട്ട് പറ്റും. വണ്ടി കുറച്ചൊന്ന് സ്പോർട്ടിയർ ആണ്, എന്നാൽ ഒടുക്കത്തെ സ്പോർട്ടി അല്ല. ഒരു നോർമൽ അപ്രൈറ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ടോ, സ്ലൈറ്റ്ലി കൈ നേരെ താഴേക്കാണ് പോകുന്നത്. ഒരുപാട് സ്ട്രെച്ച് ഒന്നുമില്ല. മുട്ട് മടങ്ങിയാണ് ഇരിക്കുന്നത്. ആൻഡ് ഫുഡ് പെക്സ് ആർ സ്ലൈറ്റ്ലി റിവേഴ്സിറ്റ് എന്ന് പറയാനുള്ളൂ, ഒടുക്കത്തെ റിവേഴ്സിറ്റ് ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് സീറ്റ്സ് ആണ്, നമുക്ക് ഒരുപാട് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കാനായിട്ട് പറ്റും. അവർ ഈ പ്രാവശ്യം സീറ്റിൻ്റെ മെറ്റീരിയൽ മാറ്റിയിട്ടാണ് കേട്ടോ, ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ചെറിയൊരു പണ്ടുണ്ടായ ഒരു ഗ്രിപ്പി മെറ്റീരിയൽ അത് മാറ്റിയിട്ട് കുറച്ചും കൂടി ഒരു സ്മൂത്തറായിട്ടുള്ള മെറ്റീരിയൽ ആക്കിയിട്ടുണ്ട് സീറ്റ് ഇപ്പോൾ. അതും രണ്ടാമത്തെ ഒരു മാറ്റമാണ്, പറയാൻ വിട്ടുപോയി, സോറി. ഇതാണ് കയറി നിന്നിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്പോർട്ടായിട്ട് ഇരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഓടിക്കാം, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോർമലായിട്ട് ഇരിക്കാം. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹിസ് മോറോലെസ് സെയിം. ഞാൻ പറഞ്ഞു ആ ഒരു സെയിം 220cc എയർ കൂൾഡ് 2 valve. ഡീറ്റെയിൽസും കൂടിയല്ല, ഡീറ്റെയിൽസ് എടുത്ത് കളഞ്ഞു. ആ ഒരു സെയിം എഞ്ചിനാണ്. പവർ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 20 horsepower at 9500 RPM ആൻഡ് അറൗണ്ട് 18-17 Nm ഞാൻ കൃത്യമായിട്ട് താഴെ കേട്ടോ. വെരി ഗുഡ് ലോ ആൻഡ് ടോർക്ക്, അത് പറയണം. 2 valve ആയതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് 2 valve വണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഒരു ലോ ആൻഡ് ടോർക്ക്. അതുണ്ട്, നല്ല ലോ ആൻഡ് ടോർക്ക് ഉണ്ട്. മിഡ് റേഞ്ച് ഇസ് വെരി ഗുഡ്, നല്ല മിഡ് റേഞ്ചും ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു ഹയർ ഗിയറിൽ ലോ സ്പീഡിൽ ഓടിക്കാനായിട്ട് പറ്റും. അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. സോ സിറ്റിയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. വെൽ പ്രൂവൺ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 10-15 വർഷമായ ഒരു എഞ്ചിൻ. ഇതിൻ്റെ റിലയബിലിറ്റി പറ്റി ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ക്രൈം എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇറ്റ്സ് എ വെരി റിലയബിൾ എഞ്ചിൻ. നിങ്ങൾ നോക്കിയാൽ നന്നായിട്ടൊക്കെ ലാസ്റ്റ് ചെയ്യും. ഈസിലി 1 lakh ഒക്കെ കിടക്കാൻ പറ്റിയ ഒരു എഞ്ചിൻ തന്നെയാണ്. മേറ്റ് ടു 5 speed ഗിയർ ബോക്സ്, 6 speed അല്ല. നമുക്ക് സ്ലിപ്പർ ക്ലച്ചോ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞാൻ ഇനി ജസ്റ്റ് ഫ്രണ്ടിൽ നിന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മുന്നിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു പഴയ പ്രൊജക്ടർ ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഇവിടെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റും ഇവിടെ നോർമൽ ഹെഡ്ലൈറ്റാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു പൈലറ്റ് ലാമ്പും കാണാം. അവർ ശരിക്കും നല്ല കേർവായിട്ട് നല്ല എയറോഡൈനമിക് ആയിട്ട് വന്ന ഒരു ഡിസൈൻ തന്നെയാണ്. ഈ ഒരു ഡിസൈനാണ് നമ്മൾ പുതിയ പൾസറിൽ നന്നായിട്ട് മിസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു ഷോർട്ട് വൈസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു മുയലിൻ്റെ ചെവി പോലത്തെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു മിറർ. പിന്നെ ടു ദ സൈഡ് ഒരു ബിക്കിനി ഫെയറിംഗ്. 220F മീൻസ് F ഇവിടെ സ്റ്റാൻഡ് ചെയ്യുന്നത് സെമി ഫെയർഡ് ആണ്. വൈബ്രേഷൻ ലെവൽസ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആർ നൗ LED. നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇവിടെ ചെറിയൊരു പാനൽ ഗ്യാപ്പ് പോലെ തോന്നും, കാരണം പ്രീവിയസിലുണ്ടായിരുന്ന വലിയ ബൾബ് പറ്റിയിട്ട് ഹൗസിങ്ങിലേക്കാണ് ആ ഒരു ചെറിയ ഇതും കയറ്റി ചെയ്യുന്നത്. സോ ആ ഒരു വൃത്തിയോട് കാണാനായിട്ട് പറ്റും. എൻ്റെ ദൈവമേ, ഇവനാ അറിയോ ഇവിടത്തെ വലിയ ഡാവാന്നാണ് പറയണ. അപ്പം സീൻ ഇത് TVS ആ. നിനക്ക് ഇതുകൊണ്ട് TVS ആയിട്ട് തോന്നിയ നോക്കടാ. ഇത് TVS അല്ല, എന്ത് സാധനം, ഭയങ്കര ഫേമസാ. ഓ രക്ഷയില്ല. എത്ര ക്ലാസ്സിലാ? ഓ ദരിദ്രം. വായിക്കാൻ പറ്റുള്ള ശരിക്കും? എടാ പൾസറാടാ, പൾസറാണത്. ആ പിന്നെ അല്ലേ പറഞ്ഞു, ഭയങ്കര ഫേമസ് അല്ലേ.
താഴേക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു സെയിം ആൻറ്റി ഫ്രിക്ഷൻ ബുഷോട് വരുന്ന 37mm ടെലസ്കോപ്പ് ഫോർക്കാണ് നമ്മൾ UST പ്രതീക്ഷിച്ചു. ബട്ട് സാഡ്ലി UST ഒന്നും വന്നില്ല. പിന്നെ ഒരു 280mm ഡിസ്ക് കാണാം. അൺബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രേക്ക് കാലിപ്പർ. ഇപ്പം എനിക്ക് എൻഡൂറൻസിന്റെ ബ്രേക്ക് കാലിപ്പർ അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ വിത്ത് സിംഗിൾ ചാനൽ ABS ആണ്. സോ സാഡ് നമ്മൾ ഡ്യുവൽ ചാനൽ ABS പ്രതീക്ഷിച്ചു. അഗൈൻ ഡിസപ്പോയിന്റിങ് കിട്ടിയില്ല. പിന്നെ ഒരു 17-inch വീൽസ് 90 ടയറാണ്. C8 ടയറാണ് വണ്ടിക്ക് വരുന്നത്. റേഡിയൽ ടയർ ഒന്നുമല്ല, നോർമൽ ടയറാണ്. പിന്നെ മൂവ് ടു സൈഡ് ഞാൻ പറഞ്ഞ ഒരു എക്സാക്ട് സെയിം എഞ്ചിനാണ്. എഞ്ചിൻ നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. പിന്നെ ടാങ്ക് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു മെറ്റൽ ടാങ്ക് ആണ്. സൗണ്ട് കേട്ടാൽ മനസ്സിലാവും. ഒരു 15 ലിറ്ററിന്റെ ടാങ്ക് വരുന്നുണ്ട്. സോ ടൂറിങ്ങിനൊക്കെ നന്നായിരിക്കും. നന്നായിട്ട് ടൂർ ചെയ്യാനായിട്ട് പറ്റും ലോങ് ഡിസ്റ്റൻസ് ഒക്കെ. ഫ്യൂൽ എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ നമുക്കൊരു 40-42 ഈസിലി 40 ഒക്കെ കിട്ടും. ഞാൻ പറഞ്ഞു സീറ്റ്സ് മാറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്നത്. കുറച്ചും കൂടി കൊള്ളാം കേട്ടോ. കുറച്ചുകൂടി നല്ല കുഷൻഡാണ്. ഭയങ്കര സോഫ്റ്റ് സീറ്റ് ആയി പോയി. പില്ലണയിലും കുറച്ചും കൂടി സോഫ്റ്റ് ആണ് റൈഡർ സീറ്റ്. പില്ലൺ സീറ്റ് പറഞ്ഞാൽ വളരെ വലിയ പില്ലൺ സീറ്റ് ആണ്. നിങ്ങൾ നോക്കി 3 കൈവച്ച അത്ര ഉണ്ട്. നല്ല വലിയ പില്ലൺ സീറ്റ് ആണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഫേക്ക് കാർബൺ ഫൈബർ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ്. ഫേക്ക് എന്ന് പറയത്തേ ഇല്ല. പിന്നെ ഒരു മാറ്റായിട്ടുള്ള ഒരു എക്സോസ് കാണാനായിട്ട് പറ്റും. ഫുൾ മാറ്റ് ഫിനിഷ് ആണ്. സോ പെട്ടെന്ന് ചെളി പിടിക്കുന്നുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ പിന്നിലേക്ക് വരുവാണെങ്കിൽ ബോക്സർ സിംഗാം എൻഡൂറൻസിന്റെ ഷോക്ക് കാണാം. അത് അഡ്ജസ്റ്റബിൾ ആണ്. കാണാൻ തന്നെ മനസ്സിലാവും. പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മോണോഷോക്ക് വന്നില്ല, വിച്ച് ഇസ് അഗൈൻ സാഡ്. പിന്നിൽ നമുക്കൊരു 230mm ഡിസ്ക് വരുന്നുണ്ട്. അഗൈൻ അൺബ്രാൻഡഡ് ആയിട്ടുള്ള കാലിപ്പർ ആണ്. നമുക്ക് 120 സെക്ഷൻ ടയറാണ് പിന്നിൽ വരുന്നത്. അത് കൂട്ടിയില്ല. ട്രഡീഷണൽ ട്വിൻ ടെയിൽ ലൈറ്റ് ആണ് ഇതിന് വരുന്നത്. വിത്ത് ഇപ്പോൾ LED ബ്ലിങ്കേഴ്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. മൊത്തത്തിൽ ആ ഒരു വലിയ ഇൻഡിക്കേറ്റർ പോയപ്പോഴത്തേക്കും വണ്ടി ഒന്ന് സ്ലീക്കർ ആയ പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഒരു ടെയിൽ എക്സ്റ്റൻഡ് ആയിട്ടുള്ള ഒരു ടെയിൽ സെക്ഷൻ കാണാനായിട്ട് പറ്റും. പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഇവിടെ ഒരു സാരി ഗാർഡ് കാണാം. പിന്നെ ഞാൻ പറഞ്ഞ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടിയിൽ കയറിയിരിക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി സീറ്റ് ഹൈറ്റ് കാണിച്ചു തന്നു. വളരെ സീറ്റ് ഹൈറ്റ് കുറവാണ്. പ്ലാനറ്റ് ഫുട്ടാണ്. ഇതാണ് ആ ഒരു ക്ലിപ്പ് ഓൺ വ്യൂ. നല്ല രസമാണ് കേട്ടോ. ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ള കോക്പിറ്റ് വ്യൂ ആണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള മിറേഴ്സ് ആണ് പറയണം. പിന്നിലടക്കുന്ന എല്ലാം കാണാൻ പറ്റും. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ മിറർ ഇരിക്കുന്നത് ഫ്രണ്ടിലേക്കല്ല, കുറച്ച് ടോപ്പ് പൊസിഷനിലാണ് മിറർ ഇരിക്കുന്നത്. സോ പിന്നിലടക്കുന്ന എല്ലാം നല്ല ഹൈറ്റോടുകൂടി കാണാൻ പറ്റും. പിന്നെ സ്വിച്ച് കേസ് മാറിയിട്ടുണ്ട്. നമുക്ക് അഡ്ജസ്റ്റബിൾ ക്ലച്ചോ ബ്രേക്ക് ലിവേഴ്സോ വണ്ടിക്ക് വരുന്നില്ല. നോർമൽ ലിവേഴ്സോ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് പാസ് സ്വിച്ച് വരുന്നുണ്ട്. ഹൈ ബീം, ലോ ബീം, മോഡ് ബട്ടൺ ആൻഡ് ഇൻഡിക്കേറ്റർ, ഹോൺ, എഞ്ചിൻ ഗിയർ സ്വിച്ച്, സ്റ്റാർട്ടറും വരുന്നുണ്ട്. ഈ മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ടോഗിൾ ചെയ്യാനാട്ടോ. വണ്ടിക്ക് റൈഡ് മോഡോ കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് കൺസോൾ ടോഗിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉണ്ട്. ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഉണ്ട്. ട്രാക്ഷൻ കൺട്രോളോ അങ്ങനത്തെ ഫീച്ചറോ കാര്യങ്ങളൊന്നുമില്ല. ഓടോ കാണിക്കുന്നുണ്ട്. ട്രിപ്പ് A, ട്രിപ്പ് B. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. കിട്ടോട്ടെ. എങ്കിലും ഓഫായി പോയി. ടാറ്റാ.